നമസ്കാരം. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റത്തോടൊപ്പം ബംഗാളിലെ പോലീസ് സേനയിലുണ്ടായ മാറ്റവും വലിയ ചർച്ചകൾക്ക് വിധേയമാകുകയാണ്. അതായത് ബംഗാളിലെ പോലീസ് സേന വളരെയധികം ദുർബലമായ ഒരു പോലീസ് സംവിധാനമായിരുന്നു. രാജ്യത്തോട് ഒരു ലോയൽറ്റിയും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു പോലീസ് സംവിധാനമാണ് എന്ന കേൾവി കേട്ടിരുന്നു. TMCയുടെയും അതിനു മുന്നേ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെയും ഭരണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രശ്നമുണ്ടായത് ബംഗാളിലെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ പോലീസ് സേനയിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. പോലീസ് സേന വീണ്ടും ആത്മാർത്ഥതയുള്ളവരായി, ലോയൽറ്റി ഉള്ളവരായി മാറുന്നു. അതിനെപ്പറ്റിയിട്ട് പ്രമോദ് ഛേറായി എഴുതിയ പോസ്റ്റ് വൈറലാകുകയാണ്. അദ്ദേഹം ദമേന്തി സെൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ചാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബംഗാൾ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ മാറ്റങ്ങൾ ദമേന്തി സെൻ വീണ്ടും പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ എത്തുന്നു എന്നതാണ്. ബംഗാൾ രാഷ്ട്രീയം, ഭരണം, പോലീസ് സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് രാജ്യമെമ്പാടും വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് വീണ്ടും കേൾക്കുന്ന പേര് മുൻ IPS ഓഫീസറായ ദമേന്തി സെന്നിൻ്റേതാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അവഗണിച്ച് പ്രവർത്തിച്ച ധീരയായ പോലീസ് ഉദ്യോഗസ്ഥയായി ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്ന അവരുടെ തിരിച്ചുവരവ് വെറും ഭരണപരമായ ഒരു തീരുമാനമല്ല. ബംഗാൾ രാഷ്ട്രീയത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ ശേഖരണത്തിൻ്റെ വലിയ സൂചനയായി പോലും പലരും ഇത് കാണുന്നു. സംസ്ഥാനത്ത് SC/ST ന്യൂനപക്ഷ സ്ത്രീകൾക്കെതിരായ ആക്രമണം, പീഡനം എന്നിവയെ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അവരെ മെമ്പർ സെക്രട്ടറിയായി നിയമിച്ചത് വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും ഇത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പാർക്ക് സ്ട്രീറ്റ് കൂട്ടബലാത്സംഗ കേസ് 2012 കൊൽക്കത്തയിൽ നടന്നു. ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചയ്ക്ക് കാരണമായ സംഭവങ്ങളിൽ ഒന്നാണിത്. ആ സമയത്ത് രാജ്യത്തുടനീളം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത്തരമൊരു സമയത്താണ് പാർക്ക് സ്ട്രീറ്റ് സംഭവം പുറത്തു വന്നതും ബംഗാൾ സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയതും. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഈ കേസിനെ കൂടുതൽ വിവാദപരമാക്കി. സംഭവത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിനായി കെട്ടിച്ചമച്ച കഥയാണെന്നും ചിലർ ആരോപിച്ചു. കൊൽക്കത്ത പോലീസ് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായ ദമേന്തി സെൻ അത്തരം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. കേസ് ഗൗരവമായി എടുക്കുകയും ഫോറൻസിക് തെളിവുകൾ, സാങ്കേതിക തെളിവുകൾ, ദൃക്സാക്ഷി വിവരങ്ങൾ എന്നിവ ഉപയോഗിച്ച് കേസ് ശക്തിപ്പെടുത്തുകയും ചെയ്തു. കുറ്റവാളികളെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും മാത്രമല്ല, കേസ് നിയമപരമായി നിലനിർത്തുന്നതിലും അവർ പ്രധാന പങ്ക് വഹിച്ചു. അക്കാലത്ത് അവരുടെ പ്രകടനത്തെ മാധ്യമങ്ങൾ, വനിതാ സംഘടനകൾ, രാജ്യമെമ്പാടുമുള്ള അഭിഭാഷകർ എന്നിവർ പ്രശംസിച്ചു. എന്നാൽ അതേ സത്യസന്ധത അവരെ രാഷ്ട്രീയമായി കുഴപ്പത്തിലാക്കി എന്ന അഭിപ്രായം അന്ന് ശക്തമായി മുഴങ്ങി. കൊൽക്കത്ത പോലീസിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ മാറ്റി ബരാക്പൂരിലേക്ക് സ്ഥലം മാറ്റി. കേസ് അന്വേഷണത്തിൽ സർക്കാരിന് അസൗകര്യമുണ്ടാക്കിയതിനെ തുടർന്ന് ഈ മേഖലയിലെ പ്രധാന അന്വേഷണങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ പരിശീലന പോസ്റ്റുകളിലേക്ക് അയക്കുന്നത് പല കേസുകളിലും പൊതുവെ ലൂപ്പ് ലൈൻ പോസ്റ്റിംഗായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അന്ന് പലരും അതിനെ സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥയ്ക്ക് എതിരെ രാഷ്ട്രീയ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലും സത്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് ഉള്ള പ്രതിഫലം ഇതാണോ എന്ന ചർച്ച ശക്തമായി. എന്നിട്ടും ദമേന്തി സെൻ പിന്മാറിയില്ല. രാഷ്ട്രീയ വിവാദങ്ങളിൽ പെടാതെ തൻ്റെ പ്രൊഫഷണൽ പ്രതിബദ്ധത തുടർന്നു. ഒടുവിൽ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥയായി വിരമിച്ചു. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ സർക്കാർ അവരെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഒരു വലിയ രാഷ്ട്രീയ ഭരണ സന്ദേശമായി കണക്കാക്കപ്പെടുന്നു. നിലവിൽ സ്ത്രീ സുരക്ഷ, പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ, രാഷ്ട്രീയ അക്രമം, പോലീസ് സംവിധാനത്തിലെ രാഷ്ട്രീയ സ്വാധീനം തുടങ്ങിയ വിഷയങ്ങൾ ബംഗാളിൽ പതിവ് ചർച്ചയായി ചെയ്യപ്പെടുന്നു. ജനങ്ങളിൽ വിശ്വാസമുള്ള ആ കാലത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ വ്യക്തമായ സൂചന നൽകാൻ ശ്രമിക്കുകയാണ്. വിശകലന വിദഗ്ധർ ആ തരത്തിലാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. പരാതികൾ സ്വീകരിക്കുക എന്നത് മാത്രമല്ല ഈ കമ്മിറ്റിയുടെ ജോലി. സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങൾ പരിശോധിക്കുക, പോലീസ് സംവിധാനത്തിൻ്റെ പ്രതികരണം അവലോകനം ചെയ്യുക, ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ആവശ്യമെങ്കിൽ ഉത്തരവാദികളായവർക്കും എതിരെയുള്ള നടപടി ശുപാർശ ചെയ്യുക തുടങ്ങി പ്രധാന ഉത്തരവാദിത്തങ്ങളും ഈ കമ്മിറ്റിക്കുണ്ടാകും എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് ദമേന്തി സെന്നിൻ്റെ നിയമനം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ തീരുമാനത്തെ ഒരു രാഷ്ട്രീയ സന്ദേശമായി പലരും വിശകലനം ചെയ്യുന്നു. പോലീസ് സംവിധാനം രാഷ്ട്രീയത്തിൻ്റെ അടിമകളാകരുത്, നീതി പ്രധാനമാണ് ഇരകളോട് പറയാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. സ്ത്രീ സുരക്ഷയിൽ കർശനമായ മനോഭാവം ആവശ്യമാണ്.
ഭരണത്തിൻ്റെ സുതാര്യത ആവശ്യമാണ് തുടങ്ങിയ സൂചനകൾ നൽകാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മറുവശത്ത് വനിതാ സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, മുൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും ദമയന്തി സെന്നിൻ്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യുന്നു. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ നിൽക്കണം എന്ന വിശ്വാസം അവർ തിരികെ കൊണ്ടുവരുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു. അവർ എത്ര സ്വാധീനമുള്ളവരായാലും ഇനി എല്ലാവരുടെയും കണ്ണുകൾ ഈ പ്രത്യേക സമിതിയുടെ പ്രവർത്തനത്തിലാണ്. ബംഗാളിൽ ഭരണത്തിൻ്റെ സുതാര്യത ശരിക്കും വർദ്ധിക്കുകയാണ്. ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാണ്. പോലീസ് സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടും വളരുകയാണ്. വരുന്നാളുകൾ ബംഗാളിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാകും. ഇത്തരത്തിൽ ബംഗാളിലെ പോലീസ് അടിമുടി മാറുകയാണ്. നേരിട്ട് ദമയന്തി സെൻ അധികാരത്തിലെത്തുന്നില്ല എങ്കിലും പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങളെ ചലിപ്പിക്കുവാനാകും. എന്തായാലും ബംഗാൾ അടിമുടി മാറുകയാണ്. നിയമ സംവിധാനവും നീതിന്യായ വ്യവസ്ഥിതിയും മറിയുകയാണ്. തീർച്ചയായും ഇത് മമതാ ബാനർജിയുടെ പടിയിറക്കം മാത്രമല്ല, ബംഗാളിൻ്റെ നീതി സംവിധാനത്തിൻ്റെ, ബംഗാളിൻ്റെ നീതിന്യായ വകുപ്പുകളുടെ ഒക്കെയും ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. മനുഷ്യരെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭീകരവാദികൾക്ക് വേണ്ടിയല്ല, ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ സംവിധാനം ബംഗാളിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.